മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം ഒന്നാം ഖലീഫയായിട്ടുള്ള മഹാനാണ്. ആ സിദ്ദീഖുൽ അക്ബർ ഇസ്ലാമിക സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. തന്റെ ഭരണത്തിന്റെ അവസാന നാളുകളിൽ സഹോദരങ്ങളെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു രോഗബാധിതനാവുകയാണ്. ഈ രോഗത്തിൽ ഞാൻ മരിക്കുമെന്ന് മഹാൻ വിചാരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ചെയ്തത് എന്താ? മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തന്റെ ഏറ്റവും പ്രമുഖരായ സ്വഹാബികൾ, തന്റെ കുടുംബങ്ങളിൽ പ്രിയപ്പെട്ടവർ, അവരെ വിളിച്ചുകൊണ്ടൊരു വസയ്യത്ത് ചെയ്യുകയാണ്. എന്താ വസയ്യത്ത് എന്നറിയോ? മഹാനവറുകൾ പറയുന്നു, ഇദാ അനമിത്തു, ഞാൻ ഈ ലോകത്തിലങ്ങ് മരണപ്പെട്ടു കഴിഞ്ഞാൽ, വഫറഗ്തും മിൻ ജിഹാസി, ഞാൻ ഈ ലോകത്തിൽ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെന്നെ കുളിപ്പിക്കണം, നിങ്ങളെന്നെ കഫൻ ചെയ്യണം, നിങ്ങളെന്നെ എന്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കണേ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അങ്ങനെ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഫഹ്മിലൂനി, എന്നെ നിങ്ങൾ കൊണ്ടുപോകണേ, മറവു ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണം. എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടതെന്നോ? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ ആ ചാരത്തു തന്നെയാണ് എന്നെയും മറവു ചെയ്യേണ്ടത്. പക്ഷേ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം? ഹത്താ തഖിഫൂ ബിബാബിൽ ബൈത്തില്ലദീ ഫീഹി ഖബ്റുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ഷരീഫുള്ള ആ റൂം, ആ ജാറം, അതിന്റെ മുന്നിലെത്തിയാൽ, ആ ഡോറിന്റെ അടുത്തെത്തിയാൽ നിങ്ങൾ അവിടെ നിൽക്കണം, എന്റെ ജനാസ അവിടെ വെക്കണം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയാണ്. ആരാ സിദ്ദീഖുൽ? തൗഹീദ് അറിയാത്ത ആളാ? അല്ല. അങ്ങനെ ജനാസ അവിടെ വെക്കണം. എന്നിട്ടോ മഹാൻ പറയുന്നു, നിങ്ങൾ ഖബറിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിങ്ങൾ ഒന്ന് സമ്മതം ചോദിക്കണേ. ഖബറിലുള്ള ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ വിളിച്ച് നിങ്ങൾ സമ്മതം ചോദിക്കണം. എന്തിന്? റസൂലിന്റെ ചാരത്ത് എന്നെയും മറവു ചെയ്യാൻ വേണ്ടി നിങ്ങളൊന്ന് സമ്മതം ചോദിക്കണേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വസിയ്യത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി അതിനുള്ള പദം വരെ മഹാൻ പറഞ്ഞു കൊടുക്കുന്നു. വഖൂലു, നിങ്ങൾ പറയണേ, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഹാദാ അബൂബക്കറിൻ യസ്തഅ്ദിനുക യാ റസൂലല്ലാഹ് എന്ന് നിങ്ങൾ റസൂലുള്ളാഹിനെ, ഖബറിലുള്ള റസൂലിനെ വിളിച്ച് സമ്മതം ചോദിക്കണം. ശിർക്കാണ് എന്നല്ല സഹോദരങ്ങളെ. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഇൻ അദിന ലക്കും, റസൂലുള്ളാഹിനെ വിളിച്ച് സമ്മതം ചോദിക്കുമ്പോ ഖബറിൽ നിന്ന് നിങ്ങൾക്ക് റസൂൽ സമ്മതം നൽകിയാൽ, ഖബറിൽ നിന്ന് റസൂൽ ഇത് കേൾക്കും, കേട്ടിട്ട് റസൂൽ സമ്മതം നൽകും. അങ്ങനെ സമ്മതം നൽകിയാൽ ഫഅദ്ഖിലൂനി ഫദ്ഫിനൂനി, എന്നെ നിങ്ങൾ അവിടെ ആ റൂമിലേക്ക് പ്രവേശിപ്പിക്കണം. എന്നെ ആ റൂമിലേക്ക് പ്രവേശിപ്പിച്ച് ഫദ്ഫിനൂനി, അവിടെ നിങ്ങൾ എന്നെ മറവു ചെയ്യണേ. ആരാത് പറയുന്നത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, കേരളത്തിലെ മുജാഹിദുകൾ സാധാരണ ദുർവ്യാഖ്യാനിക്കുന്ന ഒരായത്തുണ്ട്. സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ വചനം എന്താ പറയാറുള്ളത്? ഇൻ തുദഊഹും ലാ യസ്മഊ ദുആഅകും വലൗ സമിഊ മസ്തജാബൂ ലക്കും. എന്താ അർത്ഥം വെക്കാറുള്ളത് മുജാഹിദുകൾ? ഇൻ തുദഊഹും, നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ. ആരെ? മുജാഹിദ് ഇവിടെ അവിടെ പരിസരത്തുള്ള മഖാം ഏതാ നോക്കും. മൗലവി പ്രസംഗിനോട് പാലക്കാടാണെങ്കിൽ ഇൻതുദൂഹും, മഞ്ഞക്കുളം ശേഖ്, അവിടെ മഞ്ഞക്കുളത്ത് മറവ് ചെയ്യപ്പെട്ടവരെ നിങ്ങൾ വിളിച്ചാൽ. മലപ്പുറം ജില്ലയിലാണ് പറയും, മമ്പുറത്തെ തങ്ങളെ വിളിച്ചാൽ, പുത്തമ്പള്ളി ശേഖരെ വിളിച്ചാൽ. പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ എടുക്കുക ദുർവ്യാഖ്യാനം. എന്നിട്ടോ ലാ യസ്മഊ ദുആഅകും, അവരെ വിളിച്ചാൽ അവർ ദുആ കേൾക്കൂല, വിളി കേൾക്കൂല.
വലൗ സമിഉ മസ്തജാബൂ ലക്കും, കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യൂല എന്നൊക്കെ പറഞ്ഞ് ദുർവ്യാഖ്യാനിക്കാറുണ്ട്. സഹോദരങ്ങളെ, ഇതൊന്നും അതിന്റെ അർത്ഥമല്ല. ഈ ആയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ മുസ്ലിം ലോകത്തിന് ഓതിക്കൊടുക്കുന്നത്. റസൂലിന്റെ നുബൂവത്തിന്റെ വായയിൽ നിന്ന് അത് ആദ്യമായി കേൾക്കുന്നതാരാണ്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയത്ത് പഠിച്ചവരാണ്, കേട്ടവരാണ്, അതിന്റെ ആശയം ഉൾക്കൊണ്ടവരാണ്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, ഹബീബായ റസൂലുള്ള ഖബറിലുള്ള റസൂലുള്ളാനെ നിങ്ങൾ വിളിക്കണം, എന്നെ അവിടെ മറവു ചെയ്യാൻ വേണ്ടി സമ്മതം ചോദിക്കണം. അങ്ങനെ സമ്മതം കിട്ടിയാൽ നിങ്ങൾ എന്നെ മറവു ചെയ്യണേ. ഇല്ലം യുദല്ലക്കും, മഹാൻ പറയുകയാണ്, നിങ്ങൾക്ക് അവിടുന്ന് സമ്മതം കിട്ടിയിട്ടില്ലെങ്കിലോ ഫഅഖ്രിജൂനി ഇലൽ ബഖീ, എന്നെ ജന്നത്തുൽ ബഖീയിൽ നിങ്ങൾ കൊണ്ടുപോകണം. വദ്ഫിനൂനി, അവിടെ നിങ്ങൾ എന്നെ മറബു ചെയ്യുകയും വേണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പൊ നോക്ക് നിങ്ങൾ, ഈ ആയത്ത് മുജാഹിദുകൾ ഓതാറുള്ളത് അവരുടെ ദുർവ്യാഖ്യാനം ശുദ്ധ അസംബന്ധമാണ് എന്ന് ഉറപ്പായി. എന്താ കാരണം? ഇൻതദുഉഹു എന്ന് പറഞ്ഞാല് അമ്പിയാക്കൾ ഔലിയാക്കളെ വിളിക്കുന്നതിനെ കുറിച്ചല്ല. ഇൻതദുഉഹും എന്ന് പറഞ്ഞാൽ ആയത്തിന്റെ അപ്പുറവും ഇപ്പുറവും നോക്കിയാൽ തഫ്സീറുകൾ എന്റെ കൈവശമുണ്ട്. അതിലൊക്കെ പറയുന്നത് എന്താണ്? ഇൻതദുഉഹും, നിങ്ങൾ ആരാണ്? ഈ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ്, കലിമത്തു ഷഹാദത്ത് വിശ്വസിക്കാത്ത മക്കയിലുള്ള അല്ലെങ്കിൽ അതുപോലുള്ള മുശ്രിക്കുകൾ, ആ മുശ്രിക്കുകളോടാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ വിളിച്ചാൽ അള്ളാഹുവിനെ അംഗീകരിക്കാത്ത, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത നിങ്ങൾ വിളിച്ചാൽ ആരെ? നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ വിളിച്ചാൽ. ഞാൻ ഈ തഫ്സീർ ഇബ്നു കസീറിന്റെ കൈവശമുണ്ട്. അൽ ആലിഹത്തല്ലതി തദഊനഹാ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെയും വിട്ട് നിങ്ങൾ ഇബാദത്തെടുക്കുന്ന ആരാധിക്കുന്ന ദൈവങ്ങളെ വിളിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും, ആ ദൈവങ്ങൾ വിളി കേൾക്കൂല. വലൗ സമിഉ, കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെ മസ്തജാബൂ ലക്കും, നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ കഴിയൂല. അതാണ് ഈ ആയത്തിലുള്ളത്. മക്കയിലെ മുശ്രിക്കുകൾ നടത്തിയിരുന്ന ആ ദൈവങ്ങൾക്ക്, അൽ ആലിഹത്തല്ലതി തദ്ഊനഹാ മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാത്ത ദൈവങ്ങളെ വിളിച്ചാൽ ആ വിളി ദൈവങ്ങൾ കേൾക്കൂല, ഉത്തരം ചെയ്യൂല. അതിലാർക്കാ സംശയമുള്ളത്? സഹോദരങ്ങളെ, അതാണ് ആയത്തിലുള്ളത്. അത് സിദ്ദീഖുൽ അക്ബറിന് അറിയാം. അതുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ ഈ ആയത്തിന് എതിര് പറഞ്ഞതല്ല, തൗഹീദ് പഠിപ്പിക്കുകയാണ്, തൗഹീദാണ് പറയുന്നത്. വഫാത്തായ നബി തങ്ങളെ വിളിച്ച് സമ്മതം ചോദിക്കണം, എന്നെ അവിടെ മറവു ചെയ്യാനുള്ള സമ്മതം ചോദിക്കണം. മഹാനവറുകൾ ആ രോഗത്തിൽ വഫാത്തായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് വഫാത്താകുന്നു. സ്വഹാബികൾ അവിടെ സംഗമിക്കുന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അവരെ കുളിപ്പിക്കുന്നു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ജനാസ നിസ്കാരം നിർവഹിക്കുന്നു. സഹോദരങ്ങളെ, എന്നിട്ട് നിസ്കാരം കഴിഞ്ഞപ്പോ ജനാസ കൊണ്ടുപോവുകയാണ്. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ ശരീഫിന്റെ ചാരത്താണ് കൊണ്ടുപോകുന്നത്. കൊണ്ടുപോകുമ്പോ അതാ ഫഅലൂ, അവരപ്രകാരം ചെയ്യുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ ശരീഫിന്റെ ചാരത്തെത്തിയപ്പോൾ വഖഫൂ, സഹാബികൾ അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ വസിയ്യത്ത് നടപ്പിലാക്കുന്നു. ഒരു സഹാബിയെങ്കിലും പറഞ്ഞോ? പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആളൊക്കെ വലിയ ആളെന്നെ. രോഗമായപ്പോ മൂപ്പർക്ക് കഥയൊക്കെ പോയി, തല പോയി, അന്തം പോയി. അങ്ങനെ മൂപ്പര് പറഞ്ഞത്, മക്കളെ ശിർക്കാണ്, വഫാത്തായ നബിനെ വിളിക്കാൻ പറ്റുമോ? ശിർക്കല്ലേ, നമ്മക്കൊക്കെ അരിണ കേസല്ലേ. അപ്പൊ മൂപ്പരാ പറഞ്ഞത് ശിർക്കാണ്, നമ്മളതൊന്നും ചെയ്യണ്ട. ഒരാളും പറഞ്ഞില്ല, ഓരോറ്റ സഹാബിയും പറഞ്ഞില്ല ഇത് ശിർക്കാണ്. അവരെന്താ ചെയ്യുന്നത്? ജനാസ അവിടെ വെച്ചുകൊണ്ട് ഖബറിലുള്ള ഹബീബിനെ വിളിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുന്നു. നോക്കൂ നിങ്ങൾ, അവര് പറയുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഹാദാ അബൂബക്കർ ബിൽ ബാബി യസ്തഅ്ദിനുക യാ റസൂലല്ലാഹ്. നബിയേ, ഇത്
അബൂബക്കർ സിദ്ദീഖിന്റെ ജനാസയാണ് നബിയെ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് സമ്മതം ചോദിക്കുന്നു നബിയെ. തങ്ങളെ ചാരത്ത് മറബു ചെയ്യാൻ സമ്മതം ചോദിക്കുന്നു നബിയെ. സ്വഹാബത്ത് റസൂലുള്ളാഹിനെ വിളിച്ച് സമ്മതം ചോദിക്കുന്നു. സിദ്ദീഖുൽ അക്ബർ വസിയ്യത്ത് ചെയ്യുന്നു. സ്വഹാബികൾ വഫാത്തായ നബി തങ്ങളെ വിളിക്കുന്നു, സമ്മതം ചോദിക്കുന്നു. മുജാഹിദുകളുടെ ഭാഷയിൽ അല്ലല്ലാ കൊടിയ ശിർക്ക്, അബൂജഹലിനേക്കാളും വലിയ മുശ്രിക്ക്, ഇതുപോലത്തെ ഒരു മുശ്രിക്ക് ലോകത്തുണ്ടോ? മുജാഹിദ് ചോദിക്കാറുണ്ട്. എന്നാൽ ഈ ചെയ്യുന്നത് സ്വഹാബികളാ. സിദ്ദീഖുൽ അക്ബർ വസിയ്യത്ത് ചെയ്യാണ്. സ്വഹാബത്ത് അത് റസൂലുള്ളാഹിനെ വിളിച്ച് തേടുകയാണ്. അപ്പൊ എന്തുണ്ടായി? കേൾക്കൂ നിങ്ങൾ. ഖബർ ഷരീഫിന്റെ ഉൾവശത്ത് നിന്ന് സമ്മതം വരുന്നു, ശബ്ദം കേൾക്കുന്നു. അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ് ഫഇന്നൽ ഹബീബ ഇലൽ ഹബീബി മുസ്താഖ്. അവിടുന്ന് സമ്മതം കിട്ടുന്നത് എന്താണ്? എന്റെ ഹബീബായ സിദ്ദീഖിനെ അവരുടെ ഹബീബിന്റെ ചാരത്തേക്ക് പ്രവേശിപ്പിക്കുവീൻ. ഹബീബും തമ്മിൽ സംഗമിക്കാൻ കൊതിയാകുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ ഖബറിൽ നിന്ന് സമ്മതം കിട്ടുന്നു. വംഫതഹൽ ബാബു, വാതിൽ മലർക്കെ തുറയുന്നു. സഹാബത്ത് റസൂലുൽ സിദ്ദീഖുൽ അക്ബറിന്റെ ജനാസ അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നു. അവിടെ മറവു ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നു. ഇതാരാ ചെയ്തത്? സിദ്ദീഖുൽ അക്ബർ. വസിയ്യത്ത് ചെയ്തത് സിദ്ദീഖുൽ അക്ബർ, നടപ്പിലാക്കിയത് സ്വഹാബികൾ. ഇത് ശിർക്കായിരുന്നെങ്കിൽ സ്വഹാബികൾ ആരെങ്കിലും സഹോദരന്മാരെ ഇങ്ങനെ ചെയ്യൂ? സിദ്ദീഖുൽ അക്ബർ ഇത് വസിയ്യത്ത് ചെയ്യോ? നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ. ഇതാരാ ഉദ്ധരിക്കുന്നത്? 1300 കൊല്ലം മുമ്പ്. നിങ്ങൾ ഓർക്കണം, ആ രചിക്കപ്പെട്ട ഗ്രന്ഥം 1100 കൊല്ലം മുമ്പ്, 300 അല്ല, 100 വർഷം മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥം. അല്ലാമ അബൂബക്കർ ആജുരിയുടെ കിതാബു ശരീഅ 3-ാമത്തെ വാള്യം 71-ാമത്തെ പേജിൽ 73-ാമത്തെ പേജിൽ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. 1 ഡസനോളം ഇമാമുകൾ അത് രേഖപ്പെടുത്തി വെക്കുന്നു. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ല രേഖപ്പെടുത്തി വെക്കുന്നു. അല്ലാമ നൈസാബൂരി രേഖപ്പെടുത്തി വെക്കുന്നു. ലോകം കണ്ട പണ്ഡിത പ്രതിഭകൾ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. ഒരാളെങ്കിലും പറഞ്ഞോ സംഗതി ഇങ്ങനെ ഒരു ചരിത്രമൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ മക്കളെ അത് ശിർക്കാണ്, അത് കുഫറാണ്, അത് തൗഹീദിന് വിരുദ്ധാണ്, അത് കൊടിയ മുശ്രിക്കാകുന്ന പരിപാടിയാണെന്ന് ഒരാളെങ്കിലും പറഞ്ഞിട്ടില്ല. പറഞ്ഞവരൊക്കെ എന്താ പറഞ്ഞത്? അത് തൗഹീദാണ്. അത് ഫമിൻ കറാമാത്തി അബീ ബക്കറിനി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അത് സിദ്ദീഖുൽ അക്ബറിന്റെ കറാമത്താകുന്നു. കറാമത്താണത്, തൗഹീദാണ്. അല്ലാതെ അതെന്തല്ല, ശിർക്കാണെന്നല്ല. നോക്കൂ നിങ്ങൾ. ഇനി ഞാൻ ഒന്നുകൂടി പറയാം. ചില പണ്ഡിതന്മാർ അതിന്റെ സനദുകളെ കുറിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്. ആ പണ്ഡിതർ പോലും എന്ത് പറഞ്ഞിട്ടില്ല? ഇത് ശിർക്കാണ്, കുഫറാണ് എന്ന് പറഞ്ഞിട്ടില്ല. നോക്കുക, ഇതൊക്കെ മുസ്ലിം ലോകത്ത് ഉള്ളതാണ്. വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് അവരവരുടെ ആവശ്യങ്ങൾ പറഞ്ഞതാണ്. ഇതില്ല നിങ്ങൾ ഒറ്റയടിക്കട് കാടടച്ച് വെടിവെക്കാൻ ആഫീസിൽ നിന്ന് കിട്ടിയ സീറ്റിൽ അങ്ങനെ ഉണ്ടാകും. പക്ഷെ മതഗ്രന്ഥങ്ങൾ നിങ്ങൾ അതിന് സഹായിക്കില്ല. ഇനി നിങ്ങൾക്ക് സംഭവം കേൾക്കണോ? മഹാനായ സ്വഹാബി വര്യൻ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. ആ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾക്കറിയോ? മഹാനവറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജീവിച്ച സ്വഹാബിയാണ്. ബൈഅത്തുൽ റിദ്വാനിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. പരിശുദ്ധ ഖുർആൻ റളിയല്ലാഹു അൻഹു എന്ന് പ്രത്യേകം സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ള മഹാനാ. സിദ്ദീഖുൽ അക്ബറിന്റെ കാലത്ത് ജീവിച്ചു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജീവിച്ചപ്പോ ഇന്നത്തെ ഷാമിന്റേതായ ഡമസ്കസ്, ഇന്ന് പറയുന്ന ഡമസ്കസ് എന്ന ദിമഷ്ക്, ആ ഡമസ്കസ് മുസ്ലിമീങ്ങൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് ഫത്ഹായി അവരുടെ കീഴിൽ വന്നു. ആ വിവരം അവിടെ നിന്ന് അറിയിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടത് ആരാ? ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ആണ്. ഉഖബത്ത് ബിൻ ആമിർ മദീനയിൽ വന്നു. ഖലീഫയായ അബൂബക്കർ ഉമറുൽ ഫാറൂഖിനെ കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, തിരിച്ചു പോവുകയാണ്. മഹാനവറുകൾ തിരിച്ചു പോകുമ്പോൾ ചിന്തിക്കുന്നു, ഞാൻ ഇങ്ങോട്ട് ദിമഷ്കിൽ നിന്ന് ഡമസ്കസിൽ നിന്ന് മദീനയിലേക്ക് വന്നത് 7 ദിവസം യാത്ര ചെയ്തുകൊണ്ടാണ്. ഇന്നത്തെ സൗകര്യമില്ലല്ലോ. അന്ന് അവരുടെ കഴുത അല്ലെങ്കിൽ കുതിര അല്ലെങ്കിൽ ഒട്ടകമൊക്കെ അല്ലേ യാത്ര. അതിലൊക്കെയാണ് പ്രയാസപ്പെട്ടുകൊണ്ടാണ് വന്നത്. എന്നാൽ ഇനി എനിക്ക് അത്രയും 7 ദിവസം യാത്ര ചെയ്യാൻ വയ്യ. അതുകൊണ്ട് എന്തു വേണം? മഹാനവറുകൾ വിചാരിക്കുന്നു, എന്റെ യാത്രാ ദൈർഘ്യം ചുരുങ്ങി കിട്ടണം.
പരിഹാരം എന്താ? വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറത്തിങ്കലേക്ക് ചൊല്ലുന്നു, പോകുന്നു. ഞാൻ പറഞ്ഞതല്ല, ഇമാം നവവി റഹിമഹുല്ലാ തന്റെ വിശ്വപ്രസിദ്ധമായ തഹ്ദീബുൽ അസ്മാ എന്ന കിതാബിൽ പറഞ്ഞതാ. നിങ്ങൾ ആഫീസിൽ നിന്ന് കിട്ടിയ ഷീട്ട് എന്നെ വിശ്വസിക്കല്ലേ, കുറച്ചൊക്കെ ഇമാമുകൾ മതം പറയുന്നത് കേൾക്ക്. സ്വഹാബത്താണ് ഇത് ചെയ്യുന്നത്. മഹാനവറുകൾ ആരംഭ റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ ശരീഫിലേക്ക് എത്തുന്നു. അവിടെ റസൂലുള്ളാഹി തങ്ങളുടെ ജാറത്തിങ്കൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. റസൂലുള്ളാഹിയോട് ശഫാഅത്ത് ചോദിക്കുന്നു, റെക്കമെന്റ് തേടുന്നു, തന്റെ വഴി ദൂരമൊന്ന് ചുരുങ്ങിക്കിട്ടാൻ വേണ്ടി തേടുന്നു. ഞാനല്ല പറയുന്നത്, കേട്ടോളൂ. വസലൽ മദീനത ഫീ സബ്അതി അയ്യാം, 7 ദിവസം കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ആര് ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് എത്തുന്നത്. വറജഅ മിൻഹാ ഇല ശാമി, ശാമിലേക്ക് തിരിച്ചു പോകുന്നതോ ഈ യൗമൈനി വലിസ്മിൻ, 7 ദിവസമുള്ള യാത്ര 2.5 ദിവസമായി ചുരുങ്ങുന്നു. എന്താണ് യാത്ര? 7 ഇങ്ങോട്ടും, അങ്ങോട്ട് പോകുമ്പോൾ 2.5 എങ്ങനെ? 7 അങ്ങോട്ടും വേണ്ടത്. അതിന് ഇമാം നബവി പറയുന്നു, 7 ദിവസമുള്ള യാത്ര 2.5 ദിവസമായി ചുരുങ്ങാനുള്ള കാരണം എന്താണ്? ബിദുആഇഹി ഇൻദ ഖബരി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ശരീഫെങ്കിൽ വെച്ച് മഹാനവറുകൾ പ്രാർത്ഥിക്കുന്നു. ഇതാണ് അതിന്റെ കാരണം. മാത്രമല്ല വതശഫുഇഹി ബിഹി ഫീ തഖരീബി ത്വരീഖിഹി, തന്റെ വഴി ദൂരം ഒന്ന് ചുരുക്കി കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് റെക്കമെന്റ് തേടുന്നു, ശഫാഅത്ത് തേടുന്നു. ഖബറിലുള്ള ഹബീബിനെ വിളിച്ചുകൊണ്ട് അതാ റെക്കമെന്റ് തേടുന്നു, ഈ പ്രയാസമൊന്ന് നീങ്ങിക്കിട്ടാൻ വേണ്ടി തേടുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹിനെ വിളിച്ച് തേടി, ജാറത്തിങ്ക പോയി തേടി, റെക്കമെന്റ് ചെയ്തു. 7 ദിവസമുള്ള യാത്ര 2.5 ദിവസമായി ചുരുങ്ങുന്നു. ആരാധന ചെയ്തത്? ഉഖബത്ത് ബിൻ ആമിർ എന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു. ആരാധന രേഖപ്പെടുത്തി വെച്ചത് ഇമാം നവവി റഹിമഹുല്ലാഹ്. ഇവരൊക്കെ ശിർക്ക് ചെയ്തവരാണോ? ഈ സംഭവം ശിർക്കായിരുന്നെങ്കിൽ ഇമാം മുഹ്യിദ്ദീൻ നവവി റഹിമഹുല്ലാഹ് തന്റെ ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തി വെക്കോ? ശിർക്ക് പ്രചരിപ്പിച്ചവരാണോ ഇമാം നവവി? ശിർക്ക് പ്രചരിപ്പിച്ചവരാണോ ഇമാം റാസി? 100 ഞാൻ ഇന്നിടത്തുനിന്ന് പറയും, 100. നിങ്ങൾക്കറിയോ ഹിജറ 50കളിൽ നടന്ന സംഭവം, സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവം നിങ്ങൾക്കറിയോ? മസ്ഊദിയുടെ അല്ലാമ മസ്ഊദിയുടെ മുറൂജു ദഹബ് എടുത്ത് പരിശോധിച്ചു നോക്കിക്കോളൂ. 1150 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥം, ഒന്നും നരിയല്ല. 1150 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥം. സഹോദരങ്ങളെ, ഹിജറ 50കളിൽ നടക്കുകയാണ്. 4 ഖലീഫമാരുടെ ഭരണം കഴിഞ്ഞു. മദീനയിലേക്ക് പുതിയ ഒരു ഗവർണർ നിയുക്തനാവുകയാണ്. ആ ഗവർണർ കുപ്രസിദ്ധനാണ്, അക്രമിയായ ഗവർണറാണ്. ഇതറിഞ്ഞപ്പോൾ എന്താണുണ്ടായത്? ഫജ്തമഅ സ്വഗീറു വൽ കബീറു ബിമസ്ജിദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനത്തെ പള്ളിയിൽ മദീനയിലുള്ള മുഴുവൻ സ്വഹാബികളും താബിഉകളും ഒരുമിക്കുകയാണ്, സംഗമിക്കുകയാണ്. എന്തിന്? ഈ ഗവർണറുടെ ശല്യം ഒന്ന് ഒഴിവായി കിട്ടണം. ഇയാളെ നമുക്ക് പറ്റൂല, ഇയാൾ മദീനയിൽ വന്നാൽ നമുക്ക് സ്വാസ്ഥ്യം നഷ്ടപ്പെടും, അതുകൊണ്ട് ഇയാൾ പോകണം. അതിന് പരിഹാരം ചെയ്യണമെന്താ? വഴി കൊണ്ടുകൊടുത്ത് അടിക്കല്ല. അവിടെയുള്ള എല്ലാവരും ഫജ്തമഅ സ്വഗീറു വൽ കബീറു ബിമസ്ജിദി റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ പദീനത്തെ പള്ളിയിൽ അവരൊരുമിച്ചു കൂടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് എന്താ ചെയ്യുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കണം. അതാ ബഹുമാനപ്പെട്ട ഇമാം മസ്ഊദിയുടെ മുറൂജുൽ ദഹബാണ് എന്റെ കൈവശം. അതിൽ മഹാൻ പറയുന്നു, അവരൊരുമിച്ചുകൂടി. അവിടെയുള്ള സ്വഹാബികൾ, അവിടെയുള്ള താബിഉകൾ, അവിടെയുള്ള മഹാൽവാക്കൾ, സ്വഹാബികൾ എല്ലാവരും ഒരുമിച്ചു കൂടുന്നു. മറ്റൊരു ഗ്രന്ഥത്തിൽ കാണാം, വഖദ്ദമു അബ്ദുല്ലാഹിബ്നു ഉമർ, അബ്ദുല്ലാഹിബ്നു ഉമർ എന്ന ഏറ്റവും പ്രമുഖനായ സ്വഹാബിയെ അവർ മുന്തിക്കുന്നു, അവൻ മുൻപന്തിയിൽ നിർത്തുന്നു. എന്തിന്? ദുആക്ക്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? കേട്ടോളൂ. വലജ്ജൂ ഇലല്ലാഹ്
വലാദൂ ബിഖബരിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്തെ പള്ളിയിൽ തന്നെ ആരംഭ റസൂലിന്റെ ആ ഖബർ ഷരീഫ് ഒരു ഭാഗത്തുണ്ടല്ലോ, ആ ഖബർ ഷരീഫിന്റെ അരികിൽ പോയി വഫാത്തായ നബി തങ്ങളുടെ ഖബറിനെ, അവിടുത്തെ ജാറത്തിനെ സ്വഹാബികൾ അഭയ കേന്ദ്രമാക്കുന്നു. മുജാഹിദുകളുടെ ഭാഷയിൽ റസൂലുള്ളാഹി തങ്ങളുടെ ജാറത്തിനെ അഭയകേന്ദ്രമാക്കിയാൽ അവൻ മുശ്രിക്ക്, കാഫിർ, ജൂതൻ, ക്രിസ്ത്യാനി, എന്തൊക്കെ അവർക്ക് പറയാനുള്ളത് അറിയാം. ഉഗ്രവാദി ഗ്രൂപ്പിന്റെ തീവ്രവാദി മാസികയിൽ എഴുതി വെച്ചതായത്. സഹോദരങ്ങളെ, സ്വഹാബത്ത് ചെയ്യുന്നതെന്താണ്? വലാദൂ ബിഖബരിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ശരീഫിനെ അവർ അഭയ കേന്ദ്രമാക്കി പ്രാർത്ഥിക്കുന്നു. എത്ര ദിവസം? 3 അയ്യാം, 3 ദിവസമാണ്. 3 അയ്യാം, 3 ദിവസം അവർ പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസമല്ല. മുജാഹിദുകളുടെ ഭാഷയിൽ കൊടിയ ശിർക്ക്. സ്വഹാബത്തിന് അങ്ങനത്തെ ഒരു ശിർക്ക് എന്നെ തോന്നിയിട്ടില്ല. അത് ശിർക്കാണെന്ന് സ്വഹാബത്തിന് അറിയില്ല. അവർ പഠിച്ച ദീനിൽ, അവർ പഠിച്ച ഖുർആനിൽ, അവരെ പഠിപ്പിച്ച റസൂലിൽ നിന്ന് അവരങ്ങനെ ഒരു ശിർക്ക് പഠിച്ചിട്ടില്ല. റസൂലുള്ളാഹി തങ്ങളെ ജാറത്തിങ്കൽ ചെന്ന് പ്രാർത്ഥിക്കുന്നു. അല്ല, റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ ഷരീഫിനെ, ജാറത്തിനെ അഭയ കേന്ദ്രമാക്കി പ്രാർത്ഥിക്കുന്നു. 3 അയ്യാം, 3 ദിവസം. എന്തുണ്ടായി? ഫഖറജത് ഫീ കഫിഹി ബസ്റത്തുൻ, ആ ഗവർണറുടെ കയ്യിൽ ഒരു മുഴ പൊന്തുന്നു. സുമ്മ ഹക്കഹാ സുമ്മ സറത് വസ്വദത് ഫസാറത് ആകിലതൻ സൗദാ, അത് മുറിവാകുന്നു, വ്രണമാകുന്നു, ചൊറിയാകുന്നു, അവസാനം ക്യാൻസറായി. 18 ദിവസത്തിന്റെ ഉള്ളിൽ ആ ഗവർണർ മരിച്ചുപോയി. ഞാൻ പറയല്ല, 1100 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥമാണ് എന്റെ കയ്യിൽ. അല്ലാമ മസ്ഊദിയുടെ മുറൂജു ദഹബ്. ഇത് ചെയ്തതാരാ? സ്വഹാബികളാണ്. ജാറത്തിങ്ക പോയി ചോദിക്കുന്നത്. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഏതെങ്കിലും സ്വഹാബി പ്രതിസന്ധി ഘട്ടമുണ്ടായപ്പോ, പ്രയാസമുണ്ടായപ്പോ ചോദിച്ചിട്ടുണ്ടോന്നാ എന്നോട് ഇവിടെ ചോദിച്ചത്. അതിന്റെ മറുപടിയാ ഞാൻ ഈ പറയുന്നത്. 1 അല്ല 2 അല്ല 3 സംഭവം ഞാൻ പറഞ്ഞു. ഇനി വേണോ? ഇനിയും ഞാൻ ഇവിടെ പറയും. 100 എനിക്ക് പറയാൻ കഴിയും. പക്ഷേ അതിന്റെ ആവശ്യമില്ല. ബുദ്ധിയുള്ളവർക്ക് ഇത് മതി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബർ ശരീഫിങ്കൽ പോയി, ജാറത്തിങ്കൽ പോയി ചോദിക്കലും അഭയകേന്ദ്രമാക്കലും, റസൂലുള്ളാഹിയോട് നേരിട്ട് ചോദിക്കലും, റസൂലുള്ളാഹിയെ ഇടയാളനാക്കലും, റസൂലുള്ളാഹിയോട് ശഫാഅത്ത് ചോദിക്കലും, റെക്കമെൻഡ് തേടലും, അത് തൗഹീദാണ്. അത് ശിർക്കല്ല. അത് ഈമാനാണ്, കുഫ്റല്ല. അത് ഇസ്ലാമാണ്, അനിസ്ലാമികമല്ല. ആണ് എന്ന് ധരിച്ചിട്ടുള്ളവർ വിവരമില്ലാത്തവരാണ്, മതമറിയാത്തവരാണ്, പ്രമാണമറിയാത്തവരാണ്. ഈ കണ്ട ഇമാമുകൾ, ഇവരൊക്കെ ഖുർആൻ പഠിച്ചവരല്ലേ? ഇവരൊക്കെ ദീൻ പഠിച്ചവരല്ലേ? ഇവരൊക്കെ തൗഹീദ് മനസ്സിലാക്കിയവരല്ലേ? ഇവരൊക്കെ പരിശുദ്ധ ഖുർആനും സുന്നത്തും ഈ സമുദായത്തിന് തൗഹീദും ശിർക്കും പഠിപ്പിച്ച, ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും തൗഹീദും ശിർക്കും പഠിപ്പിച്ചിട്ടുള്ള മഹാൽമാക്കളാണ് ഇവരൊക്കെ. ഇവർക്കൊന്നും അറിയാത്തൊരു തൗഹീദ്. ഇവരൊക്കെ നരകത്തിൽ. പിന്നെ ഞങ്ങൾ ആ പീസിലുള്ള പാൻറിട്ട 4 ആൾക്കാർ, ഞങ്ങൾ മാത്രമേ സ്വർഗത്ത് പോവുള്ളൂ എന്ന് പറഞ്ഞാല്, മിതമായ ഭാഷയിൽ പറഞ്ഞാൽ അത് വങ്കത്തമാണ്. ഈ 14 നൂറ്റാണ്ട് കാലത്തെ മഹിതമായ പാരമ്പര്യം, പൂർവീക മഹത്തുക്കൾ, അവരൊക്കെ പഠിപ്പിച്ച ദീൻ അവിടെ ഞങ്ങളുള്ളത്. അതാണ് പരിശുദ്ധ ഇസ്ലാം. അതാണ് അഹ്ലുസുന്ന വൽ ജമാഅ. അതാണ് ലോകത്ത് കഴിഞ്ഞ ഇമാമുകൾ. ഇമാം നവവിയുടെ കിതാബ് നോക്ക് നിങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. ഇമാം നവവിയുടെ ശറഹുൽ മുഹദ്ദബ്. ഈ ശറഹുൽ മുഹദ്ദബിൽ പഠിപ്പിച്ചതെന്താ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിൽ എത്തിയാൽ എന്ത് ചെയ്യണം? വയതവസ്സലു ബിഹി, റസൂലുള്ളാഹി തങ്ങളുടെ അരികിൽ ചെന്ന് തവസ്സുൽ ചെയ്യണം. റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുൽ ചെയ്യണം. വയസ്തശ്ഫിഉ ബിഹി, റസൂലിനോട് ശഫാഅത്ത് ചോദിക്കണം. അത് ശിർക്കാണ് എന്നല്ല, അത് തൗഹീദാണ്, അത് സുന്നത്താണ്, അത് റസൂലിനോട് കാണിക്കേണ്ട അദബാകുന്നു. നിങ്ങൾക്ക് വേണോ? ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി തങ്ങൾ തന്റെ കിതാബ് മജ്മുഅത്തുർ റസായിൽ, ഇതിൽ ഗസ്സാലി ഇമാം ഹിജ്റ 505 വഫാത്തായ പണ്ഡിതൻ, അവർ പറയുന്നു ഇത് പുണ്യകർമ്മമാണ്. ഇത് അവരോട് സഹായം ചോദിക്കൽ, ശഫാഅത്ത് തേടൽ, അത് പുണ്യകർമ്മമാണ്.
കാര്യം സാധിപ്പിക്കുന്നത് നല്ലതാണ്. ശിർക്കല്ല, തൗഹീദല്ല, തൗഹീദിന് വിരുദ്ധമല്ല. ഇത് യഥാർത്ഥ ദീനാകുന്നു. ഇമാം ഗസ്സാലിയുടെ തന്റെ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലിയുടെ മജ്മുഅത്തുർ റസായിൽ. ഇത് നിങ്ങൾക്കറിയോ? ഗൗസുൽ ആലം ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ഗുഞ്ഞത്തു താലിബ് അത് ചൊല്ലേണ്ടതാണ്, ചെയ്യേണ്ടതാണ് എന്ന് മാത്രമല്ല ചൊല്ലേണ്ട വചനങ്ങൾ പോലും പഠിപ്പിക്കുന്നു. ഗൗസുൽ ആലം ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ, സ്വഹാബത്ത് മാത്രമല്ല ഇമാമുകൾ, താബിഉകൾ നിങ്ങൾക്കറിയില്ലേ? മദ്ഹബിന്റെ ഇമാമുകളായ ഇമാമായ മഹാനായ ഇമാമുൽ ആസം അബൂ ഹനീഫ തങ്ങൾ വഫാത്തായ നബി തങ്ങളെ വിളിച്ചു പറഞ്ഞതെന്താ? യാ സയ്യിദസ് സാദാതി ജിതുക ഖാസിദാ അർജൂ റിളാക വ അഹ്തമി ബിഹിമാക. നേതാക്കളുടെ നേതാവായ നബിയേ, ഞാൻ അവിടത്തെ സംരക്ഷണം, അവിടത്തെ പൊരുത്തം തേടുന്നു നബിയേ, ആഗ്രഹിക്കുന്നു നബിയേ. വർജൂരിമാക വ അഹ്തമി ബിഹിമാക. അവിടത്തെ സംരക്ഷണ വലയം എനിക്കുണ്ടാവണേ നബിയേ. മഹാനായ ഇമാമുൽ ആസം അബൂ ഹനീഫ തങ്ങൾ ലോക മുസ്ലിമീങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്ത, തൗഹീദ് പഠിപ്പിച്ചു കൊടുത്തവരായ ഇമാമുൽ ആസം അബൂ ഹനീഫ തങ്ങൾ സ്വഹാബികളെ നേരിൽ കണ്ട് ദീന് പഠിച്ച മഹാൻ. അവരായി പറയുന്നത്, മുജാഹിദ് പറയുന്നത് എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം തേടിയാൽ അത് കൊടിയ ശിർക്കാകുന്നു, അവൻ കൊടിയ മുശ്രിക്കാകുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ പോയി ബിംബത്തിന് സുജൂദ് ചെയ്തവരെക്കാളും വലിയ മുശ്രിക്കാകുന്നു. അപ്പൊ ഇവരെ ഭാഷയിൽ മഹാനായ ഇമാമുൽ ആസം അബൂ ഹനീഫ മുശ്രിക്കായി, കൊടിയ മുശ്രിക്കായി, ബിംബത്തിന് സുജൂദ് ചെയ്തവരെ പോലെയായി. മഅദല്ലാഹ്. അവർ ചൊല്ലിയ വരി എന്താണ്? അന ത്വാമിഉം ഫിൽ ജൂദി മിൻക വലം യകുൻ ലിഅബി ഹനീഫത ഫിൽ അനാമി സിവാക. നബിയേ, അവിടത്തെ ഔദാര്യം എനിക്കുണ്ടാവണം നബിയേ. ഈ പാവപ്പെട്ട അബൂ ഹനീഫക്ക് തങ്ങളല്ലാതെ സൃഷ്ടികളിൽ മറ്റൊരു തണിയില്ല, തുണയില്ല നബിയേ. റസൂലുള്ളാഹി വഫാത്തായ നബി തങ്ങളെ വിളിച്ചുകൊണ്ടായി തേടുന്നത്. മുജാഹിദുകളുടെ ഭാഷയിൽ കൊടിയ ശിർക്ക്. മഅദല്ലാഹ്. അവരൊക്കെ മുശ്രിക്കായോ? മദ്ഹബിന്റെ ഇമാമുകളിൽ രണ്ടാമത്തെ ഇമാം ആരാണ്? ഇമാം മാലിക് തങ്ങളാണ്. സഹോദരങ്ങളെ, ഇമാമു ദാരിൽ ഹിജ്റ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം മാലിക് നിങ്ങൾക്കറിയോ? അന്നത്തെ ഭരണാധികാരി അബൂ ജഅഫർ മൻസൂർ ചക്രവർത്തി, അദ്ദേഹം മഹാനവറുകളുടെ അരികിൽ വരികയാണ്. മദീനത്തെ പള്ളിയിലെ മുദദ്ദിസാണ്. അവിടത്തോട് വന്ന് ചോദിക്കുന്നു, ചക്രവർത്തി ചോദിക്കുന്നു, ഭരണാധികാരി, അല്ല അബൂ അബ്ദില്ലാ ഇമാം മാലിക്, ദീർഘമായ സംഭാഷണമാണ്, അതിന്റെ പ്രസക്ത ഭാഗം പറയട്ടെ. അബാ അബ്ദില്ലാ, ഞാൻ അസ്തഖ്ബിലുൽ ഖിബ്ലത വഅദു അമ്മസ്തഖ്ബിലു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇവിടെ വെച്ച് പ്രാർത്ഥിക്കുമ്പോ റസൂലുള്ളാഹിയിലേക്ക് തിരിയണോ അതല്ല കഅബയിലേക്ക് തിരിയണോ? മദീനയിൽ പോയവർക്കറിയാലോ, നമ്മൾ ഖിബിലയിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ പൃഷ്ഠഭാഗം, നമ്മുടെ ചന്തിയും പിൻഭാഗവുമൊക്കെ റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ ശരീഫിലേക്കായിരിക്കും. അല്ല, ഇനി നമ്മൾ റസൂലിലേക്ക് തിരിഞ്ഞാലോ നമ്മുടെ പിൻഭാഗം അത് ഖിബിലയിലേക്കുമായിരിക്കും. അതുകൊണ്ട് ഞാൻ ത്രിശങ്കു സ്വർഗത്തിലാണ്, ഞാനിവിടെ ത്രിശങ്കുവിലാണ്. എങ്ങോട്ടാണ് തിരിയേണ്ടത് ഇമാം മാലിക്? അത് ചോദിക്കുമ്പോ മഹാൻ പറയുന്ന മറുപടി എന്താണ്? ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. വലിമ തസ്രിഫു വജ്ഹക അൻഹു, അല്ല രാജാവേ, നിങ്ങൾ റസൂലുള്ളാഹിയിൽ നിന്ന് മുഖം തിരിക്കേണ്ട കാര്യം എന്താണ്? ഫഹുവ വസീലത്തുക വസീലത്തു അബീക ആദം അലൈഹിസ്സലാം. ആ റസൂലുള്ളാഹി തങ്ങൾ നിങ്ങളുടെയും നിങ്ങൾ മുകൾ ആദം നബി മുതൽ നിങ്ങൾ വരെയുള്ള മുഴുവൻ ആളുകളുടെയും ഇടയാളനല്ലയോ ആരംഭ റസൂൽ? അതുകൊണ്ട് നിങ്ങൾ റസൂലിൽ നിന്ന് മുഖം തിരിക്കേണ്ട. പിന്നെയോ ബല്ലിസ്തഖ്ബിൽഹു, റസൂലിലേക്ക് നിങ്ങൾ മുന്നിട്ടോളൂ. എന്നിട്ട് വസ്തശ്ഫിഉ ബിഹി, അല്ലാഹുവിന്റെ ഹബീബിനോട്, ഖബറിലുള്ള ഹബീബിനോട് നിങ്ങൾ ശഫാഅത്ത് ചോദിച്ചോളൂ.
മഹാനായ ഖാദി ഇയാദ് തങ്ങൾ തന്റെ കിതാബ് ശിഫയിൽ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. ഇമാം മാലിക് തങ്ങൾ പഠിപ്പിക്കുന്ന തൗഹീദാണിത്. കേരളത്തിലെ മുജാഹിദ് പറയുന്നത് എന്താണ്? റസൂലുള്ളാഹിനെ വിളിച്ച് ശഫാഅത്ത് തേടൽ അത് ശിർക്കാണ്, കുഫ്റാണ്. അത് ചെയ്യുന്നവൻ അബൂജഹലിനെ പോലെയാകുന്നു. മഅദല്ലാഹ്. അപ്പൊ ഇവരുടെ ഭാഷയിൽ മദ്ഹബിന്റെ ഇമാമുകൾ രണ്ടാമത്തെ ഇമാമായ ഇമാം മാലിക് മുശ്രിക്കായി പോയി. മഅദല്ലാഹ്. ഇവിടെയാണ് ഞങ്ങളുള്ളത്. ഇതാ ഞങ്ങൾ പറയുന്നത് അഹ്ലുസ് സുന്ന വൽ ജമാഅത്ത് മുസ്ലിം പാരമ്പര്യത്തോടു കൂടെയാണ്. 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യത്തെ തള്ളിക്കൊണ്ടല്ലാതെ ഒരാൾക്ക് മുജാഹിദാവാൻ കഴിയൂല, ഒരാൾക്ക് ജമാഅത്തെ ഇസ്ലാമി ആവാൻ കഴിയൂല. ഇമാം മാലിക് പഠിപ്പിച്ച തൗഹീദ് ഇതാണ്. ഇനി നിങ്ങൾക്കറിയണോ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഞാൻ നേരത്തെ പറഞ്ഞതാണ്, 1000 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥമാണിത്. താരീഖു ബഗ്ദാദ് എന്ന ഗ്രന്ഥം. ഇതിന്റെ 1ാമത്തെ വാള്യം 135-ാമത്തെ പേജിൽ ഹാഫിദ് അബൂബക്കർ ഖത്തീബുൽ ബഗ്ദാദി രേഖപ്പെടുത്തി വെക്കുന്നു, സനദ് സഹിതം രേഖപ്പെടുത്തി വെക്കുന്നു. അബൂ ഹനീഫ ഇമാമിന്റെ മഖ്ബറയിൽ പോയി ബറക്കത്തൊടുക്കുന്നു. ഉദ്ദേശ്യ സാഫല്യത്തിന് വേണ്ടി ഞാൻ അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നു. ഫമാ തബഉദു അന്നീ ഹത്താ തുഖ്വാ. എന്റെ ഞാൻ അവിടെ വെച്ച് ദ്വാരനാൽ ഉത്തരം കിട്ടാതിരുന്നിട്ടില്ല. എത്ര ഇമാമികൾ അതങ്ങനെ പറഞ്ഞ നേരം വെളുക്കോളം പറയാൻ എന്റെ കയ്യിൽ വിഭവങ്ങളുണ്ട്, എനിക്ക് അറിയും ചെയ്യും. പക്ഷെ അതെല്ലാം കൂടി പറഞ്ഞ സമയം കളയുന്നില്ല. അയാൾ ചോദിച്ച ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് കുറച്ച് കൂടുതൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് മുജാഹിദുകളെ എപ്പോഴുള്ള ഒരു തുരുപ്പു ഷീറ്റാണ്. റസൂൽ വഫാത്തായിട്ട് ആരെങ്കിലും ചെയ്തോ? നിങ്ങൾ ഈ സമസ്തക്കാർ ഇങ്ങനെ റസൂലിനെ വിളിച്ചു പ്രാർത്ഥിക്കാനല്ലാതെ വേറെ ആരെങ്കിലും ചെയ്തോ? സഹാബത്ത് ചെയ്തോ? താബിഈ ചെയ്തോ? ഇമാമികൾ ചെയ്തോ? മദ്ഹബിന്റെ ഇമാമ് ചെയ്തോ? ഇതൊക്കെ ഇങ്ങനെ സാധാരണ ചോദിക്കാറുണ്ട്. അപ്പൊ ആ ചോദ്യത്തിന് ഒന്നാകെ ഒരൊറ്റ മറുപടിയാണ് കൊടുത്തതാണ്. മറുപടി കുറച്ച് നീണ്ടുപോയി. അത് പഠിക്കാൻ വേണ്ടി തന്നെ പറഞ്ഞതാണ്, ബോധപൂർവം പറഞ്ഞതും തന്നെയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ ജീവിത വഫാത്തിന് ശേഷം സ്വഹാബികൾ റസൂലുള്ളാഹിനെ വിളിച്ചിട്ടുണ്ട്, തേടിയിട്ടുണ്ട്. ശേഷമുള്ള താബിഈകൾ തേടിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള മദ്ഹബിന്റെ എല്ലാവരും പഠിപ്പിച്ച പുണ്യകർമ്മം തന്നെയാണ് സുന്നികൾ ചെയ്യുന്നത്. അതൊരിക്കലും ശിർക്കല്ല. www.hubburrasool.net www.hubburrasool.net